വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th ചാപ്റ്റർ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസിലെ എക്സസൈസ് 8.3 ക്വസ്റ്റ്യൻ നമ്പർ 2, 3, 4 ആൻഡ് 5 ആണ്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം. അതോടൊപ്പം ബെലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 4 ക്വസ്റ്റ്യൻസും കൂടി ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പേപ്പർ യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് എളുപ്പം തീർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് 4 ക്വസ്റ്റ്യൻസും കൂടി ഒരു വീഡിയോയിൽ ചെയ്യാമെന്ന്. ഓക്കെ, 4 ക്വസ്റ്റ്യൻസും കൂടി ഒരു വീഡിയോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അടുത്തത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഒരുമിച്ച് പഠിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ 4 ക്വസ്റ്റ്യൻസും കൂടി ഒരുമിച്ച് ഒരു വീഡിയോയിൽ കൊണ്ടുവരാൻ കാരണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Kamala borrowed rupees 26,400 from a bank to buy a scooter at a rate of 15% per annum compounded yearly. What amount will she pay at the end of 2 years and 4 months to clear the loan? Hint, find A for 2 years with interest is compounded yearly, and then find on the second year amount for 4/12 years. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ നീളം കണ്ടിട്ടൊന്നും ആരും പേടിക്കണ്ട കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ചെയ്യേണ്ടുള്ളത് എങ്ങനെയാണെന്ന് ഇതാ ക്ലൂ നമുക്ക് ഒരു തന്നെ ബ്രാക്കറ്റിൽ തന്നിട്ടുമുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നതെന്ന് ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മുടെ കമല ഒരു സ്കൂട്ടർ വാങ്ങാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, കമല ബോറോഡ് rupees 2,600 ഫ്രം എ ബാങ്ക് ടു ബൈ എ സ്കൂട്ടർ അറ്റ് എ റേറ്റ് ഓഫ് 15% per annum കോമ്പൗണ്ടഡ് ഇയർലി. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? ഞാൻ ഈ പറഞ്ഞതുപോലെ കമല ഒരു സ്കൂട്ടറൊക്കെ വാങ്ങാൻ തീരുമാനിച്ചിട്ട് നമ്മുടെ ബാങ്കിൽ ചെന്നിട്ട് 15% ഇൻട്രസ്റ്റിന് എന്തെടുത്തു? ലോൺ എടുത്തു 26,400 rupees. എന്നിട്ട് എന്താ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്? കോമ്പൗണ്ടഡ് ഇയർലി ആണ്. എപ്പോഴും അത് ശ്രദ്ധിച്ചാണ് കേട്ടോ. കോമ്പൗണ്ടഡ് ഇയർലി ആണോ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണോ പറഞ്ഞിരിക്കുന്നതിന് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ശ്രദ്ധിച്ചോണം. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പല കാര്യങ്ങളിലും മാറ്റം കാണുന്നു. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും ടൈമിലും ഒക്കെ നമ്മളൊരു ചേഞ്ച് വരുത്തുമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അത് ശ്രദ്ധിച്ചോണം. കോമ്പൗണ്ടഡ് ഇയർലി ആണോ അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണോ എന്ന്. ഇപ്പോൾ ഇവിടെ ഇയർലിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്? വാട്ട് എമൗണ്ട് വിൽ ഷി പേ അറ്റ് ദ എൻഡ് ഓഫ് 2 years and 4 months to clear the loan. അപ്പോൾ 2 വർഷവും 4 മാസവും കഴിയുമ്പോഴത്തേക്ക് ആ ലോൺ ക്ലിയർ ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് ആണ് കമല അടയ്ക്കേണ്ടി വരുന്നത് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരുന്നത് അല്ലേ. അതായത് കമല ഒരു സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ബാങ്കിൽ പോയി 15% ഇൻട്രസ്റ്റിൽ 26,400 രൂപ ലോൺ എടുത്തു. അത് എത്ര നാൾ കൊണ്ടാണ് അടച്ചു തീർക്കേണ്ടുള്ളത്? 2 years അല്ലേ. 2 വർഷവും 4 മാസവും കൊണ്ട് ആ ലോൺ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആണ് അടയ്ക്കേണ്ടുള്ളതെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അവർ തന്നെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാവോ? ആദ്യം നമ്മൾ 2 വർഷത്തെ എ മീൻസ് എമൗണ്ട് ആണ് അവിടെ. അപ്പോൾ 2 വർഷത്തെ എമൗണ്ട് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് കണ്ടോ, ഫൈൻഡ് എ ഫോർ 2 years വിത്ത് ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ടഡ് ഇയർലി ആൻഡ് ദെൻ ഫൈൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദ സെക്കൻഡ് ഇയർ എമൗണ്ട് ഫോർ 4/12 years. അപ്പോൾ എന്താ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്? 2 വർഷത്തെ എമൗണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടുള്ളത്? നമ്മൾ ഈ 2 വർഷത്തെ എമൗണ്ട് കണ്ടുപിടിക്കത്തില്ലേ, ആ എമൗണ്ട് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. പിന്നെ അവിടുത്തെ ടൈമിൻ്റെ കാര്യം ഒരു 4/12 years എന്ന് കൊടുത്തിരിക്കുന്നു. എന്താണ് സംഭവം എന്നൊരു ചെറിയ ഡൗട്ടില്ലേ നിങ്ങളുടെ മനസ്സിൽ? അത് ഞാൻ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി തരാം. കാരണം ഇവിടെ നമ്മളെടുത്ത് ടൈം 4/12 years എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അത് ഇപ്പോഴേ പറഞ്ഞു തരുന്നില്ല, പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. എന്നാലേ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പിടിയിട്ട് കഴിഞ്ഞല്ലോ. നമ്മുടെ കമലയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങണം, അതിനൊരു ലോൺ എടുത്തു. അത് ലാസ്റ്റ് അടച്ചു തീർക്കാൻ എത്ര എമൗണ്ട് പേ ചെയ്യണം, ഇത്ര മാത്രമേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം.
അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതിനെ ആ എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? പ്രിൻസിപ്പലായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P is equal to rupees 26,400. ഓക്കെ, അടുത്തത് ഇനി എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിനാണ് എടുത്തത്? 15%. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു 15%. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ടൈം പറഞ്ഞിട്ടുണ്ട് 2 years and 4 months. പിന്നെ അവർ തന്നെ നമ്മളെടുത്ത് പറഞ്ഞു 2 yearsൻ്റെ വേണം ഫസ്റ്റ് കണ്ടുപിടിക്കാനെന്ന്. സോ നമുക്ക് എന്ത് ചെയ്യാം? 2 yearsൻ്റെ ആദ്യം കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ടൈം ഇവിടെ 2 years എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ ഞാൻ എമൗണ്ട് കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചു തന്ന ഫോർമുല ഓർമ്മയുണ്ടോ? P ഇൻറ്റു എന്തായിരുന്നു? P ഇൻറ്റു 1 + R/100⁻n. ഈ ഫോർമുല മറന്നു പോരുത് കേട്ടോ. കുഴപ്പമില്ല, കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് മറക്കാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ എന്താണ് നമ്മുടെ ഫോർമുല? P ഇൻറ്റു 1 + R/100⁻n. ഇനി നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി വാല്യൂസ്. പിക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? 26,400 ഇൻറ്റു 1 + റേറ്റ് എത്രയാണ് ഇവിടെ? 15. അപ്പോൾ 15/100⁻n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈമാണ്. അത് എത്രയാണ്? 2. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 15/100നെ നമുക്കൊന്ന് ചെറുതാക്കാം. ചെറുതാക്കണമെന്ന് നിർബന്ധമില്ല, എന്നാലും ചെറുതാക്കി ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊന്ന് ചെറുതാക്കിയാണ് കേട്ടോ. അപ്പോൾ 5 3s are 15, 10, 5 2s are 10, 12. ഓക്കെ, 20. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3/20 അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കങ്ങ് ചെയ്യാം. അപ്പോൾ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. കാരണം പിന്നീട് നമ്മളിപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിച്ച് വരുമ്പം കട്ട് ചെയ്തൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടുന്നേ കുഞ്ഞു കാര്യത്തിൽ നിന്നേ നമുക്കങ്ങ് കട്ട് ചെയ്ത് പോകാൻ മതിയല്ലേ? ഈസി. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടവളെ കാണിച്ചു തരാം. നമ്മൾ കട്ട് ചെയ്തൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ വന്നത്? 26,400 ഇൻറ്റു 1 + 3/20 നോക്കിക്കോളൂ, നമ്മളിതേ കട്ട് ചെയ്തു. കണ്ടോ? കട്ട് ചെയ്തപ്പോൾ 1 + 3/20 എന്നാണ് വന്നത്. അപ്പോൾ അത് തന്നെ ഞാനിവിടെ എടുത്ത് ഇങ്ങോട്ടൊന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടവളെ? 26,400 ഇൻറ്റു ഇനി എന്താ? LCM കാണണം. കാരണം എന്താ? ഇവിടെ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ് അല്ലേ? ഇതിൻ്റെ അടിയിൽ ഒന്നും ഇല്ലെങ്കിൽ എന്തുണ്ടെന്നാണ് അർത്ഥം? 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് കാണണം? LCM കാണണം. 1ൻ്റെയും 20യുടെ LCM എന്താണ്? 20 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ചേഞ്ച് ചെയ്ത് ഈ ഡിനോമിനേറ്ററിനെ ചേഞ്ച് ചെയ്ത് 20ലോട്ടാക്കി എഴുതണം അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ ഇൻറ്റു ചെയ്യേണ്ടുള്ളത്? ഈ 1നെ നമുക്ക് 20ലോട്ട് ചേഞ്ച് ചെയ്യാൻ നമുക്കറിയാം. 1 ടേബിൾസിൽ ഇൻറ്റു 20 ആണ്. സെയിം നമ്പർ കൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂമറേറ്ററിനെ കണ്ടല്ലോ. അപ്പം ഇനി ഇതെങ്ങനെ എഴുതാം? നമുക്ക് 1 × 20 എന്ന് പറയുമ്പോൾ 20 പ്ലസ് ഇവിടെ ചേഞ്ച് വരുത്തണം. ഓൾറെഡി ഇവിടെ 20ൽ തന്നെയാണ് ഡിനോമിനേറ്റർ ഉള്ളത്. സോ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടുള്ള കാര്യമില്ല. അപ്പം നമുക്ക് 3 എന്ന് ഇടാം. ഡിവൈഡഡ് ബൈ 2 20 ആണല്ലോ. അപ്പം നമുക്ക് 20 എന്ന് തന്നെ എഴുതാം. ഓക്കെ, 2. ഇനി അടുത്തത് 26,400 ഇൻറ്റു 20 + 3 എന്ന് പറയുമ്പോൾ 23/20 2. ഇനിയിപ്പോൾ ഇത് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നമ്പർ 2 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 26,400 ഇൻറ്റു 23/20 ഇൻറ്റു 23/20. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്ത് ഇതിനെ ഒന്ന് ചെറുതാക്കാം. അപ്പോൾ ഈ 0യും ഈ 0യും കട്ടായിപ്പോയി. അടുത്തത് ഈ 0യും കട്ടായിപ്പോയി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ 2ഉം 26 അല്ലല്ലോ 264 കൂടി നമുക്ക് കട്ട് ചെയ്യാമല്ലോ. എങ്ങനെ ചെയ്യാം? അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഏതൊക്കെ തമ്മിലാണ്? ഈ 2ഉം 264. കാരണം 2ൻ്റെ ടേബിൾസിൽ 264 ഉണ്ട്. അപ്പോൾ 2 1s are 2. ഇവിടെ ഇനി കോമ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡൗട്ട് വരണ്ട. ഈ നമ്പർ എന്ന് പറയുന്നത് 26,400 ആണ് കേട്ടോ. ഇനി കോമ വരുമ്പോഴത്തേക്ക് നിങ്ങൾ 26 മാത്രമായിട്ട് നോക്കിക്കളയും. അപ്പോൾ ഈ കോമ ഇല്ലാതെ ഇങ്ങ് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അതായത് ഇങ്ങനെ ഇങ്ങ് എടുത്ത് എഴുതിയാൽ മതിയെന്ന്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നിങ്ങൾ ആ 4നെ എടുത്ത് എറിഞ്ഞു കളയും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ കോമയും ഈ ഇടയ്ക്കിട്ട കോമ നമുക്ക് വേണ്ട കേട്ടോ.
ഇനി നമുക്ക് 2 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാം. എങ്ങനെ വരും? 2 1s are 2, 3 2s are 6, 2 2s are 4. കണ്ടോ? 1 3 2. ഇനിയിപ്പോൾ ഇങ്ങനെ അറിഞ്ഞുകൂടാത്തവർ നേരെ ഇതാ ഇതുപോലെ ഇട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, ആൻസർ കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടി? 132 അല്ലേ? ഇനിയും ദേ കിടക്കുന്ന ഒരു 2. നമുക്ക് ആ 2 കൊണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്യാലോ? തീർച്ചയായിട്ടും ചെയ്യാം, കാരണം 2ൻ്റെ ടേബിൾസിൽ 132 ഉണ്ട്. അപ്പോൾ 2 1s are 2. അടുത്ത നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 6 2s are 12. ദേ ഇവിടെ 1 ആകും. വീണ്ടും 2ൻ്റെ ടേബിൾസിൽ 12 ഉണ്ട്. 6 2s are 12. കണ്ടോ? അറിഞ്ഞൂടാത്ത മക്കൾസ് എന്ത് ചെയ്യണം? ദാ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ന്യൂമറേറ്ററിൽ 66 ഇൻറ്റു 23 ഇൻറ്റു 23 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? 1. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ആൻസർ കിട്ടും? 34,914 എന്ന ആൻസർ കിട്ടും. ഡിവൈഡഡ് ബൈ 1 എഴുതണ്ട, ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 34,914 റുപ്പീസ് എമൗണ്ട് അല്ലേ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമ്മളെടുത്ത് നമ്മുടെ ഹിൻറ്റിൽ, നമ്മുടെ ക്ലൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ മതിയെന്ന്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഫോർമുല എന്തായിരുന്നു? P ഇൻറ്റു R ഇൻറ്റു T ബൈ 100. ഇനി ഇവിടുത്തെ പ്രിൻസിപ്പൽ എന്താണ് ഉപയോഗിക്കേണ്ടുള്ളത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ ഹിൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈൻഡ് SI ഓൺ ദ സെക്കൻഡ് ഇയർ എമൗണ്ട്. കണ്ടോ? രണ്ടാമത്തെ വർഷത്തിൻ്റെ എമൗണ്ട് വെച്ചിട്ട് വേണം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനെന്ന് അല്ലേ? അപ്പോൾ നമുക്ക് ഏത് എമൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടല്ലേ? നമ്മൾ രണ്ടാമത്തെ 2 വർഷം ആയപ്പോഴുള്ള എമൗണ്ടിൽ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രിൻസിപ്പലായിട്ട് അത് വേണം എടുക്കാൻ. അപ്പോൾ 34,914 ഇൻറ്റു ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? സെയിം തന്നെയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എന്തെഴുതാം? 15 ഇൻറ്റു ഇനി അടുത്തതാരാണ്? നമ്മുടെ ടൈം. നമ്മളിപ്പോൾ 2 വർഷത്തേത് കണ്ടുപിടിച്ചു അല്ലേ? ഇനി എത്ര ഇതും കൂടി ബാലൻസ് ഉണ്ട്? 4 മന്ത് അല്ലേ? അപ്പോൾ 4 മന്തും കൂടിയാണ് ഇനി ബാലൻസ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാസത്തിലെടുത്ത് എഴുതാൻ പറ്റത്തില്ല, അതായത് മന്തിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, നമുക്ക് ഇയറിലേ എഴുതാൻ പറ്റൂ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ഈ 4 മന്തിനെ എങ്ങനെയാണ് എഴുതുന്നതെന്നറിയാം? നമുക്കറിയാം, നമ്മൾ ഇതിനെ ഇയറിലോട്ട് കൺവേർട്ട് ആക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതുള്ളത്? നമുക്കറിയാം ഒരു ഇയറിൽ 12 മന്ത്സ് ആണുള്ളത്. അപ്പോൾ ആ 12ൽ 4 ആണല്ലേ ടൈം എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇപ്പോൾ എത്ര വന്നു? 4/12 ഇയർ. ഇത് തന്നെയല്ലേ നമ്മുടെ ക്ലൂവിലും കൊടുത്തിരുന്നത്? കണ്ടോ? ഇതാണ് ഞാൻ പിന്നീട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ നമുക്കത് പോയി നോക്കാം. കണ്ടോ? ക്വസ്റ്റ്യനിൽ 4/12 ഇയേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് ഒരു വർഷത്തിൽ 12 മന്ത്സ് ആണെന്നുള്ളത്, അതിൽ 4 മന്ത്. അതാണ് നമ്മൾ 4/12 എന്നെടുത്ത് എഴുതാൻ കാരണം. ക്ലിയർ? അപ്പോൾ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ടൈമിന് പകരം എന്തെടുത്ത് എഴുതാം? 4/12 ഡിവൈഡഡ് ബൈ എന്താണ്? നമ്മുടെ 100 അല്ലേ? ഇനി ഇതേ നോക്കിക്കേ, നമുക്ക് ഈ 4നെയും ഈ 12നെയും നമുക്കൊന്ന് കട്ട് ചെയ്യാലോ. 4ൻ്റെ ടേബിൾസിൽ 12 ഉണ്ട്. അപ്പോൾ 4 1s are 4, 4 3s are 12. ഇനി നോക്കിക്കേ, നമുക്ക് ഈ 3നെയും 15നെയും തമ്മിലും ക്യാൻസൽ ചെയ്യാമല്ലോ. എന്തുകൊണ്ടാണ്? 3യുടെ ടേബിൾസിൽ ആരുണ്ട്? നമ്മുടെ 15 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്തിട്ട് എഴുതാം? 3 1s are 3, 5 3s are 15. കണ്ടോ? ഈസി അല്ലേ ചെയ്യാനായിട്ട്? അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ബാലൻസ് ഉള്ളത്? 3 4 9 1 4 ഇൻറ്റു 5/100. ഇതെല്ലാം 1 ആണ്. അപ്പോൾ അത് നമുക്ക് വേണ്ടല്ലോ. 1/1 എന്ന് വെച്ചാൽ എന്താ? 1 എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ 5 × 1 എന്താണ്? 5 ആണ് അല്ലേ? ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് എളുപ്പം മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. എന്താണ്? 34,914 ഇൻറ്റു 5. 5 4s are 22, 6 7 45, 4 24 270. ഓക്കെ, അങ്ങനെ നമുക്കിവിടെ ആൻസർ കിട്ടി. എത്രയാണ് കിട്ടിയത്? 174,570/100. കണ്ടോ? ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്?
ഇനി നേരെ പോയി ആരും ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കി ആൻസർ ഒന്ന് കണ്ടെത്താൻ നിൽക്കരുത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ചാപ്റ്ററിൽ 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡിവൈഡഡ് ബൈ ടെൻസിൻ്റെ അതായത് ടെൻസിൽ വരികയാണെങ്കിൽ, അതായത് 10സോ 100ഓ 1000ഓ ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവിഷൻ ചെയ്യേണ്ടുള്ള കാര്യമില്ല. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? ഇവിടെ എന്താണ്? അടിയിൽ 2 zeros ആണുള്ളത്. അപ്പോൾ നമ്മൾ ആൻസറിനകത്ത് എന്ത് ചെയ്യണം? 2 നമ്പർ മാറിയിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 2 zeros വരുമ്പം 2 നമ്പർ മാറിയിട്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1745.70 rupees. കണ്ടോ? ഈസി ഇല്ലായിരുന്നോ ചെയ്യാനായിട്ട്? അല്ലാതെ പോയി ഡിവൈഡ് ചെയ്യാൻ നിൽക്കല്ലേ. ഡിവൈഡ് ചെയ്ത് തെറ്റിക്കാൻ നിൽക്കണ്ട, ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അതായത് 2 zeros വന്നാൽ ഇവിടെ നിന്നാണ് 2 പോയിന്റ് മാറിയിട്ട് നമ്മൾ ചെയ്യേണ്ടുള്ളത്. ഓക്കെ, അതും ശ്രദ്ധിച്ചോണം. എവിടെ നിന്നാണ്? ഇവിടെ നിന്ന്. അപ്പോൾ 2 നമ്പർ മാറിയിട്ട് ഇവിടെ പോയിന്റ് വന്ന്. കണ്ടോ? ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. അങ്ങനെ നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? 2 and 4 മന്തിലെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്തു വെച്ചു. പക്ഷെ നമ്മൾ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ 2 വർഷത്തെ എമൗണ്ടും പിന്നെ അതിനുശേഷമുള്ള 4 മന്തിലെ ഇതുമാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത്. ഇനി നമുക്ക് ടോട്ടൽ എമൗണ്ട് അറിയണം അല്ലേ? 2 and 4 മന്തിൽ അവൾ എത്ര എമൗണ്ട് അടച്ചാലാണ് ആ ലോൺ ക്ലിയർ ആകുന്നതെന്നാണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എഴുതാം, total amount is equal to, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എമൗണ്ട് എന്ന് പറയുന്നത് 34914 ആയിരുന്നു. പ്ലസ് രണ്ടാമത് നമ്മൾ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് 1745.70. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ എമൗണ്ട് എടുത്ത് എഴുതി. രണ്ടാമത്തെ എമൗണ്ട് 1745. ഞാൻ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ടാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇനി അടുത്ത് എന്താണ്? 0.70. കണ്ടോ? ഇതുപോലെ വേണം എടുത്ത് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താ കിട്ടിയത്? നമുക്ക് പ്ലസ് ചെയ്യാനാണ്. അപ്പോൾ 07, ദെൻ ഇവിടെ പോയിന്റ് കൊണ്ട് ഇട്ടു. 5 + 4 9, 4 + 1 5, 9 + 7 16, ദെൻ 1, 4 + 1 5 + 1 6, ദെൻ 3. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 36,659.70. അപ്പോൾ നമുക്ക് എഴുതാം. ഇവിടെ അങ്ങോട്ട് നമുക്ക് എഴുതാം 36,659.70 rupees. കണ്ടോ? അപ്പോൾ ടോട്ടൽ എമൗണ്ട് അവൾ അടയ്ക്കേണ്ടുള്ള എമൗണ്ട് ഇതാണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം, എമൗണ്ട് ഷീ ഹാസ് ടു പേ. പേപ്പർ തെന്നി പോകുന്നില്ലേ? ഷീ ഹാസ് ടു പേ is equal to എത്രയായിരുന്നു? 36,659.70 rupees. ഷെടാ, നമ്മുടെ പേപ്പർ തെന്നി പോകണം. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. നമ്മൾ ലാസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. എമൗണ്ട് ഷീ ഹാസ് ടു പേ is equal to 36,659.70 rupees. ക്ലിയർ? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 2 വർഷത്തെ എമൗണ്ട് എത്രയാണെന്ന് ഇതേപോലെയൊക്കെ ചെയ്ത് നമ്മളങ്ങ് കണ്ടുപിടിച്ചു. പിന്നെ എന്താണ് നമ്മൾ ചെയ്തത്? നേരെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. എത്ര മാസത്തിലേക്കുള്ള? 4 മന്തിലേക്കുള്ള. അത് നമ്മൾ ഇയറിലോട്ടാക്കിയിട്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചു. പക്ഷേ ഇത്രയും പോരല്ലോ, നമുക്ക് കറക്റ്റ് ടോട്ടൽ എമൗണ്ട് അറിയണ്ടേ? 2 വർഷത്തെയും 4 മാസത്തതും. അതിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 2 വർഷത്തെ കണ്ടെത്തിയ ആ എമൗണ്ടും പിന്നീട് കണ്ടെത്തിയ എമൗണ്ടും കൂടി തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ആ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി തമ്മിൽ നമ്മൾ എന്താ ചെയ്തത്? ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടോ, നമ്മൾ അന്നേരം ആ ആഡ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ കമല പേ ചെയ്യേണ്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഈ എമൗണ്ട് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ.
അങ്ങനെ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് തേർഡ് ക്വസ്റ്റ്യൻ. ഫെബിന ബോറോസ് റുപ്പീസ് 12,500 at 12% per annum for 3 years at simple interest, and Radha borrows the same amount for the same time period at 10% per annum compounded annually. Who pays more interest and by how much? അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഫബിന സിമ്പിൾ ഇൻട്രസ്റ്റിന്, ശ്രദ്ധിച്ചോണേ, ഫബിന എന്താ ചെയ്തത്? കുറച്ച് ക്യാഷ് ഒന്ന് ബോറോ ചെയ്തു, കടം വാങ്ങിച്ചു. എത്ര രൂപയാണ്? 12,500 rupees. എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിന്? 12% ഇൻട്രസ്റ്റിന്. എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഫബിന വാങ്ങിച്ചത്. നമ്മുടെ രാധയുണ്ടല്ലോ, അതേ എമൗണ്ട് തന്നെ, അതായത് ഈ 12,500 rupeesന് തന്നെ ഫോർ ദ സെയിം ടൈം പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3 വർഷമില്ലേ നമ്മുടെ ഫബിന വാങ്ങിച്ച അതേ ടൈം പീരീഡ്, അതായത് അതേപോലെ 3 വർഷത്തേക്ക് എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിന് വാങ്ങിച്ചു? 10% ഇൻട്രസ്റ്റിന്. ഫബിന വാങ്ങിച്ചത് 12%-നാണെങ്കിൽ നമ്മുടെ രാധ എത്ര പെർസെൻറ്റേജിനാണ് വാങ്ങിച്ചത്? 10%-ന്. പിന്നെന്താണ് വ്യത്യാസം? കോമ്പൗണ്ടഡ് ആനുവലി, ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണ് നമ്മുടെ രാധ വാങ്ങിച്ചത്, പക്ഷെ ഫബിന ക്യാഷ് വാങ്ങിച്ചത് സിമ്പിൾ ഇൻട്രസ്റ്റിനാണ്. ഹൂ പേസ് മോർ ഇൻട്രസ്റ്റ് ആൻഡ് ബൈ ഹൗ മച്ച്? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്, കൂടുതൽ പലിശ അടയ്ക്കേണ്ടി വരുന്നത്? അത് എത്രത്തോളം ആയിരിക്കും കൂടുതൽ അടയ്ക്കേണ്ടി വരുന്നതെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഫബിനിക്കുണ്ടല്ലോ, ക്യാഷിന് അത്യാവശ്യം വന്നപ്പം പോയി സിമ്പിൾ ഇൻട്രസ്റ്റിന് അല്ലേ 12,500 rupees വാങ്ങിച്ചു. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ഇൻട്രസ്റ്റിന് 3 വർഷത്തേക്കാണ് വാങ്ങിച്ചത്. നമ്മുടെ രാധ എന്ത് ചെയ്തു? അതേപോലെ തന്നെ അതേ ക്യാഷ് തന്നെ അതേ വർഷത്തേക്ക് തന്നെ വാങ്ങിച്ചു. പക്ഷെ എത്ര പെർസെൻറ്റേജിനാണ് വാങ്ങിച്ചത്? 10%. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണ് കേട്ടോ വാങ്ങിച്ചത്, കാരണം കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആരാണ് കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരുന്നതെന്നും അത് എത്ര രൂപയായിരിക്കും കൊടുക്കേണ്ടി വരുന്നതെന്നുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മീനിങ് മനസ്സിലായേ? ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പം ഫസ്റ്റ് നമുക്ക് ആരുടേത് കണ്ടുപിടിക്കാം? നമ്മുടെ ഫബിനാട്. ഓക്കെ, അപ്പോൾ ഫബിന് സിമ്പിൾ ഇൻട്രസ്റ്റിലാണല്ലോ. ആദ്യം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എടുത്ത് എഴുതാം. എപ്പോഴും അതെടുത്ത് എഴുതി വെച്ചാൽ ഹാഫ് മാർക്ക് ഷുവറാണ്. ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ ഇതെങ്കിലും എടുത്തങ്ങ് വെച്ചേക്കണം. വെറുതെ ഹാഫ് മാർക്ക് കൊണ്ട് ചെന്ന് കളയരുത്. ചിലപ്പോൾ അതിനായിരിക്കും നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നല്ലതായിട്ട് പഠിക്കുന്ന മക്കൾക്ക് ചിലപ്പോൾ ആ ഹാഫ് മാർക്കായിരിക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ആവാനുള്ള ചാൻസ് നിങ്ങൾക്ക് തരുന്നത്. സോ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ക്വസ്റ്റ്യനിലുള്ളതെങ്കിലും എടുത്ത് എഴുതി വെച്ചോണം. ഇനി എത്ര പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 12% റേറ്റിന്. അപ്പോൾ നമുക്ക് എഴുതാം R is equal to 12%. ടൈം നമുക്ക് തന്നിരിക്കുന്നത് 3 years. അവൾ സിമ്പിൾ ഇൻട്രസ്റ്റിന് മേടിച്ചതുകൊണ്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. P × R × T/100. ഇവിടെ P എത്രയാണ്? 12,500 × R എന്ന് പറയുന്നത് 12 ആണ്, ടൈം എന്ന് പറയുന്നത് 3 ആണ്, ബൈ 100. ഈസി ആയിരുന്നല്ലേ? ഇതാ ഈ 2 സീറോസും ഈ 2 സീറോസും കട്ടായി പോകും. ബാക്കി എന്തൊക്കെയുണ്ട്? 12,500 × 12 × 3. അപ്പോൾ ഇത് ഇത്രയും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും ആൻസർ? അയ്യോ, നമുക്ക് ചെയ്ത് നോക്കാം. സോറി, ഇവിടെ 0 നമ്മൾ കട്ടായി പോയായിരുന്നു. ഓക്കെ, ഞാൻ ഓർക്കാതെ എടുത്ത് എഴുതി വെച്ചതാണേ. അപ്പോൾ ഇതില്ലായേ, വേണ്ട, ഞാനതങ്ങ് കട്ട് ചെയ്തോളാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. വെറുതെ എന്തിനാ ഒന്ന് കട്ട് ചെയ്താൽ മതിയല്ലോ. ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി എടുത്ത് എഴുതാം. ഇസ് ഈക്വൽ ടു 125 × 12 × 3. കണ്ടോ, ഈ 2 സീറോസും കട്ടായി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 125. ഇടയ്ക്ക് കോമ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഡൗട്ട് അടിക്കരുത്. 125 ആണ് ആ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ 12,500 എന്ന് എഴുതിയപ്പോഴാണ് ഇവിടെ ആ കറക്റ്റായിട്ട് വായിക്കാൻ വേണ്ടി കോമ ഇട്ടത്. ഓക്കെ, ആ കോമ ഇല്ലാതെ നമ്മളിപ്പോൾ സീറോസ് തമ്മിൽ കട്ട് ചെയ്ത് പോയപ്പോൾ എത്രയുള്ളത്? 125. അതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയത്. ഇനി ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും 4,500. ഓക്കെ, അപ്പോൾ എത്രയാണ് കിട്ടിയത്? 4,500 rupees ആണ് നമ്മുടെ എന്താണ് ഫബിന് കുട്ടിക്ക് കൊടുക്കേണ്ടി വന്നത്. 4,500 rupees. ഇനി നമുക്ക് ഇതേപോലെ ആരുടേത് കണ്ടുപിടിക്കണം? നമ്മുടെ രാധയുടേത്. അപ്പോൾ നമുക്ക് രാധയുടേത് കണ്ടുപിടിക്കാം.
പിന്നെ രാധയുടേത് കണ്ടുപിടിക്കാൻ പോവുക. നമുക്ക് ഈ തന്നിരിക്കുന്നത് പോലെ തന്നെ എന്തൊക്കെ എടുത്ത് എഴുതണം? പ്രിൻസിപ്പൽ എത്രയാണ്? നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് രാധ ബോറോസ് ദ സെയിം എമൗണ്ട്, അതായത് ഇതേ എമൗണ്ട് തന്നെയാണ് രാധയും വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണത്? 12,500. അപ്പോൾ നമുക്ക് എഴുതാം റുപ്പീസ് 12,500. ഇനി റേറ്റ് എത്രയായിരുന്നു വാങ്ങിച്ചിരുന്നത്? നമുക്ക് നോക്കാം. അറ്റ് 10% റേറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം 10%. ഇനി ടൈം എത്രയായിരുന്നു? ഫോർ ദ സെയിം ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഫെബിനെ വാങ്ങിച്ച അതേ സമയത്ത് എന്താണ് ടൈം പീരീഡിലേക്ക്, അത്രയും വർഷത്തേക്ക് തന്നെ. അത് എത്ര വർഷമായിരുന്നു? 3 years. ഓക്കെ, ഇനി ഇവിടെ കോമ്പൗണ്ടഡ് ആനുവലി ആയതുകൊണ്ട് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് അറിയാം എമൗണ്ട് കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ നമുക്ക് എഴുതാം എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 റൈസ് ടു t. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി ഇവിടെ 12,500 ഇൻറ്റു 1 + 10/100 റൈസ് ടു ടൈം എത്രയാണ്? 3. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇനി നമുക്കൊന്ന് കട്ടാക്കിയൊക്കെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. നമുക്ക് ഈസി അപ്പോൾ ചെയ്യാനായിട്ട്. എവിടെ നോക്കിക്കേ, 10 1s are 10. 10ൻ്റെ ടേബിൾസിൽ 100 ഉണ്ടല്ലോ, 10 × 10. അപ്പോൾ നമുക്കിവിടെ എന്താ വന്നത്? 1 + 1/10. അപ്പോൾ നമുക്കതൊന്ന് എടുത്ത് എഴുതാം. 12,500 ഇൻറ്റു 1 + 1/10 റൈസ് ടു 3. ഇനി അടുത്ത് എന്താണ്? നമുക്കറിയാം ഇവിടെ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. സോ LCM കാണണം. ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് എന്ന് വെച്ചാൽ 1 എന്ന് വെച്ചാൽ അടിയിൽ 1 ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ശരിക്കും ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് അല്ലേ? അപ്പോൾ LCM കാണുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി 1ൻ്റെ ടേബിൾസിൽ 10 ഉണ്ട്, 1 × 10 ആണ്. സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. 12,500 ഇൻറ്റു 1 × 10 എന്ന് പറയുമ്പോൾ 10 + 1/, രണ്ടിടവും 10 ആണ് ഡിനോമിനേറ്ററിൽ അല്ലേ? ഇവിടെയും 10 ഇവിടെയും 10. അപ്പോൾ നമുക്ക് ഒരുമിച്ച് 10 അങ്ങ് എടുത്തെഴുതാം, 3. അപ്പോൾ ഇനി എന്താ കിട്ടുന്നത്? 12,500 ഇൻറ്റു 10 + 1 എന്ന് പറയുമ്പോൾ 11/10 റൈസ് ടു 3. ഇനി 11/10 റൈസ് ടു 3 എന്ന് വെച്ചാൽ എന്താണ്? 11/10 3 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു 11/10 3 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ? അപ്പോൾ നമുക്ക് ദേ ഇങ്ങനെ 11/10 ഇൻറ്റു 11/10 ഇൻറ്റു 11/10. ഇവിടെ നോക്കിക്കേ, ഇവരുടെ സീറോസ് തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. ദാ ഈ 0യും ഈ 0യും, അതേപോലെ ഈ 0യും ദാ ഈ 0യും. ബാക്കി ഇവിടെ എന്തുണ്ട്? ഈ 10 ഉണ്ട്, ഈ 125 ഉണ്ട്. നമുക്ക് 5ൻ്റെ ടേബിൾസിലുണ്ടല്ലോ. 5 2s are 10, 5 × 25 125. അപ്പോൾ ബാലൻസ് എന്തൊക്കെയാണ് ഉള്ളത്? 25 × 11 × 11 × 11/2. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 33,275/2 എന്ന് കിട്ടും. അടുത്ത് എന്താ ചെയ്യേണ്ടുള്ളത്? നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലേ? നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 3s 2 7 5. ഓക്കെ, 2 1s are 2, 1 അടുത്ത 3 ഇങ്ങോട്ട് ഇറക്കി 13, then 6 2s are 12, then 1 അടുത്തത് എന്താണ്? നമ്മുടെ 2നെ ഇങ്ങ് കൊണ്ടുവന്നു. അപ്പം 6 2s are 12, then 0 കറക്റ്റ് അല്ലേ? 1 then 13, 6 2s are 12 1, then 6 2s are 12, then നമ്മുടെ 7 ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? താഴോട്ട് ഇറക്കി 7. ഓക്കെ, അപ്പോൾ 2 3s are 6. അപ്പോൾ ഇവിടെ 1 വന്നു. ഇനി അടുത്ത് എന്താ നമ്മുടെ പരിപാടി? നമ്മുടെ 5നെ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ഇവിടെ 5 ആയി, അപ്പോൾ 15 ആയി. അപ്പോൾ 2 7s are 15. അപ്പോൾ എന്താ കിട്ടിയത്? ഇവിടെ 0 എന്ന് കിട്ടി. അയ്യോ സോറി, 2 7s are 40. അപ്പോൾ നമുക്കിവിടെ 1 എന്ന് വന്നു. ഞാനും ഡിവിഷൻ തെറ്റിച്ചു, അയ്യോടാ. ഓക്കെ, അപ്പോൾ 15 - 40 നമുക്ക് 1 എന്ന് വന്നു. ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടുള്ളത്? ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക, ഇവിടെ നമ്മളൊരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് 10 ആയി. അപ്പോൾ 2ൻ്റെ ടേബിൾസിൽ 10 ഉണ്ടോ? ഉണ്ടല്ലോ. 2 5s are 10. കണ്ടോ കിട്ടിയത്? അപ്പോൾ ഇവിടെ 14 ആണേ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണേ മക്കൾസേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ എത്രയാണ് കിട്ടിയത്? 7.5 rupees.
അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ എമൗണ്ട് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താണ്? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ. ഇവിടെ എമൗണ്ട് എത്രയാണ്? 16637.5 മൈനസ് നമ്മുടെ പ്രിൻസിപ്പൽ എത്രയായിരുന്നു? ആദ്യം വാങ്ങിച്ച ക്യാഷ്, അതാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. എത്ര രൂപയാണ് കടം വാങ്ങിച്ചത്? 12,500. അപ്പോൾ ഇനി നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഡെസിമൽ പോയിന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകും, അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നെ ചെയ്യാം. അപ്പോൾ എന്താണ്? 12,500. അതായത് ഇതുപോലെയൊക്കെ വേണം എഴുതാൻ. കണ്ടോ? ഇനിയിപ്പോൾ ഇവിടെ പോയിന്റ് ഒന്നും ഇല്ല ഈ നമ്പറിന്, പക്ഷെ നമുക്കറിയാം ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ടെന്നാണ് അർത്ഥം ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചുമ്മാ പോയിന്റ് ഇട്ട് കൊടുത്ത് ഒരു 0 ഇട്ട് കൊടുത്തു, മൈനസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 5 - 0 5. ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്, അതുപോലെ ഇട്ട് 7ൽ നിന്ന് 0 കുറയ്ക്കുമ്പം 7 കിട്ടും. 3ൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. 6ൽ നിന്നും 5 മൈനസ് ചെയ്യുമ്പോൾ 1. 6ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 4. 1ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? 4137.5 റുപ്പീസ്. അതാണ് നമുക്ക് രാധയുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയത്. നമ്മുടെ ഫെബിനയുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? ഞാൻ അത് ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതാവേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫെബിനാടത് ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ ഇതിന് വീണ്ടും എടുത്ത് എഴുതണ്ട. ഞാൻ ജസ്റ്റ് എനിക്ക് അപ്പുറത്തെ പേപ്പർ മറിച്ച് നോക്കാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ എടുത്തൊന്ന് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ ഫെബിനയുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് 4500 റുപ്പീസ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ ആരുടെ ആയിരുന്നു? രാധയുടേത്. രാധയുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്? 4137.5 റുപ്പീസ്. അപ്പോൾ നമ്മളെടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നു അല്ലേ, ആരാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരിക എന്ന്. ആരാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ടി വന്നത്? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടെയാണ് എമൗണ്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഫെബിനാടത്. അത് കാണിച്ചു തരാനാണ് ഞാനിവിടെ ശരിക്കും അടുത്ത് തന്നെ എടുത്ത് എഴുതിയത്. കണ്ടോ, നമ്മുടെ എന്താണ് രാധ അല്ലേ, ഈ രാധയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലാസ്റ്റ് കൊടുക്കേണ്ടി വന്നത് എല്ലാം കൂടി ചേർത്ത് വന്നത് 4137.5 റുപ്പീസാണ് കൊടുക്കേണ്ടി വന്നത്. പക്ഷെ നമ്മുടെ ഫെബിനയ്ക്കോ 4500 റുപ്പീസ്. ഇതിൽ വലിയ എമൗണ്ട് എന്ന് പറയുന്നത് ഫെബിനയുടേതല്ലേ. അപ്പോൾ ഫെബിനയിലെ കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? നമ്മുടെ ഫെബിനയാണ് കൂടുതൽ പേ ചെയ്തത് അല്ലേ. അപ്പോൾ ഫെബിന pays more interest. ഇനിയും നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്തുവാണ് ചോദിച്ചിരിക്കുന്നത്? ആരാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. എൻ്റെ അപ്പു സമ്മതിക്കുന്നില്ല കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അപ്പുവിനെ പിടിച്ചൊന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇനി അത് എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഇതിനെ മൈനസ് ചെയ്യണം അല്ലേ. ഫെബിന കൊടുക്കേണ്ടി വന്ന ക്യാഷിൽ നിന്നും 4500 മൈനസ് നമ്മുടെ രാധ കൊടുക്കേണ്ടി വന്ന ക്യാഷ്, അത് എത്രയാണ്? 4137.5. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ 4500 മൈനസ് എത്രയായിരുന്നു? 4137 അല്ലേ. 4137.5. കണ്ടോ, പോയിന്റിന് ശേഷമുള്ളത് എഴുതേണ്ടുള്ളത് ഇങ്ങനെയാണ്. പെട്ടത്തിനകത്ത് അതായത് ലൈറ്റിങ്ങിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, കറണ്ട് പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ഡൗട്ടായിരിക്കും മൈനസ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യണത്? ഇതിൻ്റെ കൂടെ ചുമ്മാ ഒരു പോയിന്റ് ഇട്ട് കൊടുത്ത് ഒരു 0 അങ്ങ് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. കാരണം എന്താ, നമുക്ക് 0ൽ നിന്നാണ് 5നെ മൈനസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഇത് രണ്ടും ഇടാതെ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ 5 അങ്ങ് എടുത്ത് എഴുതി വെച്ച് കളയും കേട്ടോ. 5 അപ്പം ചോദിക്കും, മിസ്സേ അവിടെ 5 തന്നെയാണോ വരുന്നത്? 5 തന്നെയല്ലോ വരുന്നതെന്ന്. പക്ഷേ ആ 5 അവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇവിടുന്ന് ബോറൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ മുകളിൽ കിടക്കുന്ന നമ്പറിൻ്റെ കൂടെ ഡെസിമൽ പോയിന്റ് ഇട്ട് 0 ഇട്ട് വയ്ക്കണം. ഇനി നമുക്ക് ബോറൊക്കെ ചെയ്തിട്ട് ചെയ്യാം.
അപ്പോൾ ദേ ഇവിടെ നമുക്ക് ഇവിടുന്നേ വാങ്ങിക്കാനുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ 4 ആയി, ഇവിടെ 10 ആയി, അത് ക്യാൻസൽ ചെയ്ത് 9 കൊടുത്തു. ദേ ഇവിടെ 10 ഇട്ട് കൊടുത്തു, അതും ക്യാൻസൽ ചെയ്ത് 9 കൊടുത്തു. ദേ വന്നു. ഇനി നമുക്ക് ചെയ്യാമല്ലോ. 10 - 5 is 5. നമ്മുടെ പോയിന്റ് ഇവിടെ 9 ൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ 2, 9 ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 6, 4 ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 3, then 0. അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് കിട്ടിയത്? 362.5 rupees. അപ്പം നമ്മുടെ ഫെബിന് ചെയ്യേണ്ടി വന്ന റുപ്പീസ് എന്ന് പറയുന്നത് എത്രയാണ്? 362.5 rupees ആണ്. ഇവർ തമ്മിലുള്ള നമുക്ക് എന്താണ് ഫെബിന് പേ ചെയ്ത ക്യാഷിൽ നിന്നും രാധ അടയ്ക്കേണ്ടുള്ള ക്യാഷിനെ മൈനസ് ചെയ്തപ്പം കിട്ടിയത്. അപ്പം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? ഫെബിന പേസ് ₹362.5 rupees അല്ലേ, മോർ ആസ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് എഴുതാം അങ്ങനെയൊന്നും എടുത്ത്. കാരണം നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് എത്ര ബൈ ഹൗ മച്ച് എന്നും കൂടി ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം രൂപയാണ് കൂടുതൽ കൊടുക്കേണ്ടി വന്നതെന്ന്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ തന്നെ നമ്മളെടുത്ത് എഴുതണം. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഫെബിന പേസ് എത്ര രൂപയാണ് കൂടുതൽ കൊടുക്കേണ്ടി വന്നത്? ₹362.5 മോർ ആസ് ഇൻട്രസ്റ്റ്. കണ്ടോ? അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് എടുത്ത് എഴുതേണ്ടുള്ളതെന്നും സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടുള്ളതെന്നും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ എന്താണ് 4th ക്വസ്റ്റ്യൻ ചെയ്യാം. കറണ്ട് വന്നു ഭാഗ്യത്തിന്. ഓക്കെ, അപ്പോൾ കുറച്ചിടം ഒന്ന് എന്താണ് ലൈറ്റിലൊരു ചെറിയ മിസ്റ്റേക്ക് വരും, അഡ്ജസ്റ്റ് ചെയ്തോണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ 4th ക്വസ്റ്റ്യൻ ഇതാണ്. ഐ ബോറോഡ് ₹12,000 ഫ്രം ജംഷീദ് അറ്റ് 6% per annum simple interest for 2 years. Had I borrowed this sum at 6% per annum compound interest, what extra amount would I have to pay? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ജംഷീദിൽ നിന്നും 12,000 rupees ഞാൻ കടം വാങ്ങിച്ചു. ഓക്കെ, അപ്പോഴുണ്ടല്ലോ അത് ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റിനാണ് വാങ്ങിച്ചത്. എത്ര പെർസെൻറ്റേജ്? 6%. എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാൻ ജംഷീദിൽ നിന്നും 6% ഇൻട്രസ്റ്റിന് 2 വർഷത്തേക്ക് ഞാൻ 12,000 രൂപ വാങ്ങിച്ചു. അപ്പം ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് അറിയാവോ? അതായത് ഞാൻ ഇതേ എമൗണ്ട് തന്നെ, അതായത് കണ്ടോ, ഹാഡ് ഐ ബോറോഡ് ദിസ് സം അറ്റ് 6% per annum, അതായത് ഇതേ എമൗണ്ട് തന്നെ, ഈ 12,000 തന്നെ ഞാൻ 6% റേറ്റിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ വാങ്ങിച്ചാൽ, ആദ്യം ഞാൻ വാങ്ങിച്ചത് സിമ്പിൾ ഇൻട്രസ്റ്റിനാണ്, ഇനിയിപ്പോൾ അത് ഞാൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനായിരുന്നു വാങ്ങിയിരുന്നതെങ്കിൽ ഞാൻ എത്ര കൂടുതൽ പൈസ കൊടുക്കേണ്ടി വന്നേനെ എന്നാണ് ചോദിച്ചിരുന്നത്. പിടികിട്ടിയോ? അതായത് ഫസ്റ്റ് ഞാൻ ജംഷീദിൽ നിന്നും വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് സിമ്പിൾ ഇൻട്രസ്റ്റിനാണ്, ഞാനത് വാങ്ങിച്ചു. ഓക്കെ, എന്നിട്ട് ഞാനത് ചോദിച്ചിരിക്കുകയാണ് നിങ്ങളോട്, ഞാനിപ്പോൾ അതെങ്ങാനും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചോ, അപ്പം ഞാൻ എത്ര എമൗണ്ട് ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്? ഇതാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സിമ്പിൾ ഇൻട്രസ്റ്റിൽ എടുത്തു എന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പം നമുക്ക് ആദ്യമേ അങ്ങനെ സിമ്പിൾ ഇൻട്രസ്റ്റിന് എടുത്തപ്പോൾ അവൻ എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അതിനുശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടുള്ളത്? നമ്മുടെ എമൗണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടുള്ളത്? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിക്കോളും. ഒന്ന് മനസ്സിലായില്ല അല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റിനാണല്ലോ വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് എഴുതട്ടെ. ഞാൻ വാങ്ങിച്ചത് 12,000 rupees ആണ്. പിന്നെ എന്താണ്? ഞാൻ റേറ്റ് എന്ന് പറയുന്നത് എൻ്റെത് 6% ആണ്. എൻ്റെ ടൈം എത്രയാണ്? 2 years ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഞാൻ കൊടുക്കേണ്ടി വരുന്ന പലിശ ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോയ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? പലിശ. ഓക്കെ, അത് ഞാൻ ഫസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. P × R × T/100. അപ്പോൾ P എന്ന് പറയുന്നത് 12,000 × R എന്ന് പറയുന്നത് 6, ടൈം എന്ന് പറയുന്നത് 2 /100. ഈ 2 സീറോസും ഇവിടുത്തെ 2 സീറോസും തമ്മിൽ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? 120 × 6 × 2 അല്ലേ. അപ്പോൾ ഇത് ഇത്രയും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 1,440 rupees നമുക്ക് കിട്ടും. ഓക്കെ,
ഇപ്പം നമ്മൾ ഈ കണ്ടുപിടിച്ചത് എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ്. പക്ഷെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടുള്ളത്? സിമ്പിൾ ഇൻട്രസ്റ്റിന് ക്യാഷ് മേടിക്കുമ്പോൾ എത്ര എമൗണ്ട് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്നതെന്നാണ് അല്ലേ? ഞാൻ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് ഞാൻ കണ്ടുപിടിക്കണം. ആ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടുള്ളത്? എമൗണ്ട് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടുള്ളത്? ഞാൻ ആദ്യം വാങ്ങിച്ച ക്യാഷ് അത് എത്ര രൂപയായിരുന്നു? 12,000 rupees. അതായത് എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കൊടുക്കേണ്ടുള്ള പലിശയും കൂടി അങ്ങ് ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ P+I. എങ്ങനെ P+I എന്ന് മനസ്സിലായോ? ഞാൻ കുഞ്ഞ് സം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 100 rupees കടം വാങ്ങിച്ചു എന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 50 rupees ആയി. അവസാനം ഞാൻ ഇയാൾക്ക് ക്യാഷ് കൊണ്ട് ചെന്ന് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ എത്ര രൂപയായിരിക്കും കൊടുക്കുന്നത്? ഞാൻ വാങ്ങിച്ച കാശും എനിക്ക് ഈ ഒരു വർഷത്തേക്കായ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് ആഡ് ചെയ്ത് ഞാൻ 150 rupees ആയിരിക്കുമല്ലോ കൊണ്ട് ചെന്ന് കൊടുക്കേണ്ടുള്ളത് അല്ലേ? അപ്പം ഇതേപോലെ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടുള്ളത്. നമ്മൾ വാങ്ങിച്ചത് 12,000 rupees ആണ്. നമുക്ക് എത്രയായി നമുക്ക് അതിന് പലിശ? നമ്മൾ കണ്ടുപിടിച്ചു 1,440 rupees ആയി. നമുക്ക് 2 വർഷത്തേക്ക് അതിൻ്റെ പലിശ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ നമ്മൾ വാങ്ങിച്ച ആൾക്ക്? അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടുള്ളത്? അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശും അതിനോടൊപ്പം ഈ പലിശയും കൂടി ചേർത്ത് ആഡ് ചെയ്ത് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ പലിശ മാത്രമാണോ കൊണ്ടു ചെന്ന് കൊടുക്കേണ്ടുള്ളത്? അല്ലല്ലോ, അയാൾ തന്ന എമൗണ്ടും അതിൻ്റെ പലിശയും കൂടി കൂട്ടിച്ചേർത്ത് വേണ്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ആ എമൗണ്ട് വേണം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എമൗണ്ട് ഈസ് ഈക്വൽ ടു P+I എന്ന് എഴുതാൻ കാരണം. അപ്പോൾ സംശയം വരരുത്, അതിനാ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ 12,000 പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 1,440. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 13,440 rupees എന്ന് നമുക്ക് കിട്ടും ആഡ് ചെയ്യുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും സിമ്പിൾ ഇൻട്രസ്റ്റിന് ക്യാഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടുള്ള എമൗണ്ട് കണ്ടുപിടിച്ചു. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ വാങ്ങിച്ചാൽ എത്ര രൂപയാണ് കൊടുക്കേണ്ടുള്ളതെന്ന് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പം നമുക്ക് എഴുതാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ അതിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് P ഒക്കെ ഒന്ന് എടുത്ത് ഒന്നും കൂടി അങ്ങ് എഴുതാം. ഒന്നും കൂടി എഴുതിയെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? 12,000 rupees, നമ്മുടെ റേറ്റ് 6%, നമ്മുടെ ടൈം 2 years. എപ്പോഴും ഇങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യണം. അപ്പം നമുക്ക് വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ എമൗണ്ട്, ഇവിടുത്തെ എമൗണ്ട് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P × 1 + R/100 raised to n is equal to P എന്ന് പറയുന്നത് 12,000 × 1 + R എത്രയായിരുന്നു? 6/100 raised to n എത്രയായിരുന്നു? 2 years. ഇനി 6/100നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കാം. 2 × tables 2 പോകും അല്ലേ? അപ്പോൾ 2 3s are 6, 250. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 12,000 × 1 + 3/50 raised to 2 എന്ന് കിട്ടിയല്ലേ? അപ്പോൾ ഇത് നമുക്കിനി LCM കണ്ട് ചെയ്യണം. കാരണം എന്താണ്? ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. ഇവിടെ 1 ഉണ്ട് അല്ലേ? അപ്പോൾ 1 × 50യുടെ LCM 50 തന്നെയാണ്. അപ്പോൾ 1 × 50 സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 12,000 × ഇവിടെ 1 × 50 എത്രയാണ്? 50 അല്ലേ? അപ്പോൾ 50 + 3/2 എന്താണ്? 50. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി, raised to 2. ഇനി 50 + 3 എത്രയാണ്? 53 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12,000 × 53/50 the whole square. ഇനി the whole square എന്ന് പറയുമ്പോൾ ഇത് 2 times എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ അത് നമുക്ക് എഴുതാം 12,000 × 53/50 × 53/50. ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇനി ഈ 2 0യും അല്ല, ഈ ഒരു 0യും ഈ ഒരു 0യും ക്യാൻസൽ ചെയ്തു. ഈ ഒരു 0യും ഈ ഒരു 0യും ക്യാൻസൽ ചെയ്തു. 5ൻ്റെ ടേബിൾസിൽ 120 ഉണ്ടല്ലോ. 5 1s are 5. എത്രയാണ്? 5 2s are 10, 4 അല്ലേ? അപ്പോൾ 24. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് എന്താ വന്നത്? 24 × 53 × 53 എത്ര കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക്, അയ്യോ ഡിനോമിനേറ്ററിൽ 5 ഉണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ /5 ചെക്ക് ചെയ്തോണേ എപ്പോഴും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 67416 /5 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി ആൻസറൊക്കെ എടുത്ത് എഴുതണം. നമുക്ക് ഡിവൈഡ് ചെയ്യാം.
67416. അപ്പം 5 ones are 5. ഓക്കെ 1. അടുത്തത് ഇങ്ങോട്ട് 7 എഴുതി. അപ്പോൾ 5 3s are 15. then 2. അടുത്തത് നമ്മൾ 4 ഇങ്ങോട്ട് വന്നു. അപ്പോൾ 5 4s are 20. then ഇവിടെ 4 വന്നു. അടുത്ത് 1 ഇങ്ങോട്ട് എഴുതി 41. അപ്പോൾ 8 5s are 40. then 1. അടുത്ത് എന്താണ് നമ്മുടെ 6 ഇങ്ങോട്ട് എടുത്ത് ഇറക്കി. അപ്പോൾ 5 3s are 15. 1 റിമൈൻഡർ വന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡെസിമൽ പോയിന്റ് കൊടുത്ത് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഫൈൻഡ് ടേബിൾ സി 10 ഉണ്ടല്ലോ. 5 2s are 10. മൈനസ് ചെയ്തപ്പോൾ 0 കിട്ടി. അപ്പോൾ എത്രയാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയത്? 1348.3.2 rupees. ഇതാണ് നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര എമൗണ്ടാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എടുത്താൽ നമ്മൾ കൊടുക്കേണ്ടുള്ളത്? 13,483.2 rupees അല്ലേ. നമ്മളെടുത്ത എമൗണ്ടേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ കടം വാങ്ങിച്ചാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര എമൗണ്ട്. അപ്പോൾ നമ്മൾ എമൗണ്ട് വരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എത്ര എമൗണ്ട് ആയിരുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 13,483.2 rupees ആണ് കൊടുക്കേണ്ടി വരിക. ഓക്കെ, ഇനി പിന്നെ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ? നമ്മളടുത്ത് വേറൊരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വാട്ട് എക്സ്ട്രാ എമൗണ്ട് വുഡ് ഐ ഹാവ് ടു പേ? എത്ര രൂപയും കൂടി ഞാൻ അധികം കൊടുക്കേണ്ടി വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലേ. ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു, സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് എത്രയായിരുന്നു? ഈ കിടക്കുന്നു 13,440 rupees അല്ലേ. അത് ഞാൻ ഇവിടെ ഒന്ന് സൈഡിൽ എഴുതാവേ. 13,440 rupees. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എത്രയായിരുന്നു? 13,483.2 rupees. അപ്പോൾ ഇതിൽ ഏതാ കൂടുതൽ? നമ്മുടെ ഇതല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേണം മൈനസ് ചെയ്യാം. 13,483.2 മൈനസ് നമ്മുടെ ഈ 13,440. കണ്ടോ, ആദ്യത്തെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ വാങ്ങിച്ച എമൗണ്ടാണ് ഈ എടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? മൈനസ് ചെയ്ത് കാണിക്കണോ ഇനി? വേണ്ടല്ലോ. ഇപ്പോൾ ഡെസിമൽ പോയിന്റ് ഇട്ട് മൈനസ് ചെയ്യുന്ന മനസ്സിലായി കാണത്തില്ല, എന്നാലും മനസ്സിലാക്കി തരാം. ഇനി പറഞ്ഞുകൂടാത്ത മക്കൾ കിടന്ന് വിഷമിക്കേണ്ട. 0.2, അടുത്തത് 13440. അപ്പോൾ ഇവിടെ എന്താണ് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമുക്കിവിടെ ചുമ്മാ ഒരു പോയിന്റ് ഇട്ട് ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 2ൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 2.3400. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 43.2 rupees. അപ്പോൾ ഇത്രയും രൂപ വേണം എന്താണ് എക്സ്ട്രാ പേ ചെയ്യേണ്ടുള്ളത് അല്ലേ. അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് ഐ ഹാഡ് ടു പേ ഇസ് ഈക്വൽ ടു, എത്ര എമൗണ്ട് ആണ്? 43.2 rupees. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത്? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ ഇതാണ്. വാസുദേവൻ ഇൻവെസ്റ്റഡ് ₹60,000. അപ്പോൾ വീണ്ടും കറണ്ട് പോയി. ഓക്കെ, ഇച്ചിരി ലൈറ്റിങ്ങിന് പ്രശ്നം വരുവേ, അഡ്ജസ്റ്റ് ചെയ്തോണേ. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ ഇതാണ്. വാസുദേവൻ ഇൻവെസ്റ്റഡ് ₹60,000 at an interest rate of 12% per annum compounded half yearly. What amount would he get after 6 months, then after 1 year? അപ്പോൾ ഇതെന്താണ്? കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ ഹാഫ് ഇയർലിയിൽ എന്തൊക്കെയായിരുന്നു മാറ്റങ്ങൾ വരുത്തേണ്ടുള്ളതെന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. റേറ്റ് കണ്ടാൽ അതിനെ നമ്മൾ ഹാഫ് ആക്കണം അല്ലേ. ടൈം ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഡബിൾ ആക്കണം. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ വീഡിയോസിൽ. അപ്പോൾ എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോമ്പൗണ്ടഡ് ആനുവലി എന്നാണോ ഹാഫ് ഇയർലി എന്നാണോ കൊടുത്തിരിക്കുന്നതിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേന്ന്. ഇനി ഞാൻ പറഞ്ഞുതരാം. അടുത്ത എന്താ? വാസുദേവൻ ഇൻവെസ്റ്റഡ് ₹60,000 at an interest rate of 12% per annum compounded ഹാഫ് ഇയർലി അല്ലേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലിൽ എന്താ ചെയ്തത്? 12% ഇൻട്രസ്റ്റിൽ 60,000 rupees കൊണ്ട് ചെന്ന് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 മാസം കഴിയുമ്പോൾ എത്ര രൂപ അടയ്ക്കണം? അതേപോലെ അല്ല, എത്ര രൂപ അടയ്ക്കണമെന്നല്ല, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതല്ലേ. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ എത്ര എമൗണ്ട് ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്? അതേപോലെ 1 വർഷം കഴിയുമ്പോഴും എത്ര എമൗണ്ട് ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ എല്ലാം ഒന്ന് എടുത്ത് എഴുതണം അതിനനുസരിച്ച്. എന്നിട്ട് നമുക്ക് 6 monthsന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിൻസിപ്പൽ എത്രയായിരുന്നു? 60,000 rupees. പിന്നെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിൽ റേറ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഹാഫ് ആക്കണം. അപ്പോൾ നമുക്ക് 12/2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എത്ര വരുന്നത്? 6% റേറ്റ് ആയി. ഇനി അടുത്ത നമ്മുടെ ടൈം എത്രയായിരുന്നു പറഞ്ഞിരിക്കുന്നത്? 6 months അല്ലേ? ഇതാ നോക്ക്, ആഫ്റ്റർ 6 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തിന് ശേഷം എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം മന്തിലിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ, നമ്മൾ അതിന് ഇയറിലോട്ട് മാറ്റുകയും വേണം. അപ്പോൾ നമുക്ക് ഈസിയാണ്. 6 months എന്ന് പറയുമ്പോൾ എത്രയാണ്? ഹാഫ് ഇയർ അല്ലേ? അതായത് ഒരു വർഷം എന്ന് പറയുന്നത് 6 മാസം പ്ലസ് 6 മാസം. അപ്പോൾ ഈ 6 മാസം എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് അല്ലേ? അപ്പോൾ നമുക്ക് ടൈം എഴുതാം. ടൈം 6 months ആയിരുന്നു. അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇയർ. ഇനി നമുക്കറിയാം ടൈം ഡബിൾ ചെയ്യണമെന്ന്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? ടൈം ഡബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നു × 2 ചെയ്താൽ മതിയെന്ന് അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു അത്. അപ്പം ഹാഫ് × 2 ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. ഹാഫ് × 2. അപ്പോൾ ദേ ഈ 2ഉം ക്യാൻസലായി പോവും. അപ്പോൾ എന്താ ഉള്ളത്? 1 year. കണ്ടോ? ഒന്ന് ഡബിൾ ചെയ്യാൻ പറഞ്ഞാൽ ഒന്നുകിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഹാഫ് പ്ലസ് ഹാഫ് ചെയ്താലും മതി. അപ്പോഴും നമുക്ക് 1 year തന്നെയാണ് വരുന്നത്. കണ്ടോ? കൺഫ്യൂഷൻ വരണ്ട, അത് രണ്ടും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇപ്പോൾ 6 മാസത്തിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? എമൗണ്ട് കണ്ടുപിടിച്ചില്ല. എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + R/100 ഓക്കെ, P എന്ന് പറയുന്നത് എത്രയാണ്? 60,000 × 1 + R എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? സോറി, R എന്ന് പറയുന്നത് 1 അല്ലല്ലോ. R എന്ന് പറയുന്നത് 6%. ശ്രദ്ധിച്ച് എഴുതാനേ, എന്നെ കണക്ക് തെറ്റിക്കല്ലേ. അപ്പോൾ ടൈം എത്രയാണ്? 1. അപ്പോൾ ഇനി ഇങ്ങനെ എഴുതാം നമുക്ക്. 60,000 × ഇവിടെ 6/100നെ നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാം. അപ്പം നമുക്ക് ഇവിടെ 3, ഇവിടെ 50 അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണ്? നമുക്ക് 1 + 3/50 എന്നാണ് വന്നത്. അടുത്ത് നമുക്കറിയാം LCM കാണണമെന്നല്ലേ? അപ്പോൾ 60,000 × LCM എത്രയാണ്? ഇവിടെ 50. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ലെങ്കിൽ 1 ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിനെയും 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിനെയും ചെയ്യണം. അപ്പോൾ 1 × 50 എത്രയാണ് കിട്ടുന്നത്? 50 + 3/50 ഓക്കെ, ഇനി നമുക്കത് കറക്റ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 60,000 × 50 + 3 എത്രയാണ്? 53/50 അങ്ങനെ വീണ്ടും കറണ്ട് വന്നു. ഈ കറണ്ട് പോയ സമയത്ത് ഞാനത് ചെയ്യാൻ കാരണം ഇന്ന് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ടൈം കിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ലൈറ്റ് കറക്റ്റായിട്ട് വരുമെന്ന്. ചെറിയൊരു ഡല്ല് കാണും, അതൊന്ന് സഹിച്ചേക്കണേ എൻ്റെ മക്കൾസേ. എനിക്ക് പിന്നെ ഇത് ചെയ്തു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 53/50 ആണ്. ദാറ്റ് മീൻസ് ഒരു തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം × 53/50. ദേ ഈ 0യും ഈ 0യും ക്യാൻസൽ ആയിപ്പോയി. ഇനി 5ൻ്റെ ടേബിൾസിലുണ്ടല്ലോ. അപ്പോൾ 5 1s are 5, 5 1s are 5, 1 ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ 10 ആയി. അപ്പോൾ 5 2s are 10, then 0 0. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1200 × 53 ആണ് ന്യൂമറേറ്ററിലുള്ളത്. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 10 3 5 6 3 6. അപ്പോൾ എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്? ഇവിടെ നമുക്ക് 636. ഞാൻ ഈ 12 × 53 ഒക്കെ ഉണ്ടോ ചെയ്ത് നോക്കിയത്. ഇനിയിപ്പോൾ ബാലൻസ് ഇവിടെ 2 zeros ഉണ്ട്, അത് രണ്ടും കൂടി എടുത്ത് ഞാൻ ഇവിടെ എഴുതി വെച്ചു. കണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് 6 മാസം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? ₹63,600. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് എഴുതാം. Amount he got after 6 months is equal to ₹63,600. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമ്മളടുത്ത് വീണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ഇത് കഴിഞ്ഞിട്ടുള്ളതാണ്? 1 year അല്ലേ? അപ്പം നമുക്ക് അത് എടുത്ത് എഴുതാം.
ആഫ്റ്റർ 1 ഇയർ. ഒരു വർഷത്തിന് ശേഷം എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. അതെപ്പോഴും ശ്രദ്ധിച്ചോണം, തെറ്റിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇതിൻ്റെ കൂടെ എടുത്ത് എഴുതി കാണിച്ചു തരുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ എത്ര എമൗണ്ട് ആയിരുന്നു? 60,000. റേറ്റ് നമുക്കറിയാം പകുതി ആകും എന്നുള്ളത്. അപ്പം നേരത്തെ റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമ്മുടെ 12% ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 12/2 = 6%. ഹാഫ് ഇയർലി ആകുമ്പം ആഫ്റ്റർ 1 ഇയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇതേപോലെ റേറ്റും ടൈമും എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ടൈം നമുക്ക് തന്നിരുന്നത് 1 ഇയർ ആണ്. അപ്പോൾ അതിന് നമ്മൾ ഡബിൾ ചെയ്യുമ്പോൾ × 2. അപ്പോൾ 1 × 2 എത്രയാണ്? 2 ഇയർ. കണ്ടോ? ഇനി ഇത് വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. അല്ലാതെ നേരെ ടൈം 1 ഇയറും 12% ഒന്നും ഇട്ട് കണ്ടുപിടിക്കരുത്. ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണെന്ന്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇത് നമുക്കങ്ങ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? A = P × 1 + R/100 P എന്ന് പറയുന്നത് 60,000 × 1 + നമ്മുടെ R എത്രയായിരുന്നു? 6/100 അല്ലേ? ⁻n. അപ്പോൾ നേരത്തെ പോലെ നമുക്കിതങ്ങ് കട്ട് ചെയ്ത് ചെറുതാക്കാം. 2ൻ്റെ ടേബിൾസ് ഈ രണ്ടും ഉണ്ട്. അപ്പോൾ 3 2s are 6, 50 × 2 100. ഇനി അടുത്ത പടി എന്താണ്? നമുക്കിതൊന്ന് എടുത്ത് എഴുതാം. 60,000 × 1 + 3/50 n എത്രയായിരുന്നു? അയ്യോ, ഇവിടെ എന്നൊന്നും തന്നെ ഇട്ടിരിക്കുന്നു. അത് നമ്മൾ ഡബിൾ ചെയ്ത് 2 ഇയേഴ്സ് ആക്കിയായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ⁻². ഇനി എന്താ ചെയ്യേണ്ടുള്ളത്? LCM കാണണം. ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ? എന്നിട്ട് നമ്മൾ LCM 50 ആണ്. അപ്പോൾ 1ന് 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 തന്നെ കിട്ടും. അപ്പോൾ സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിന്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 60,000 × 1 × 50 എത്രയാണ്? 50 + ഇവിടെ എന്താ ഉള്ളത്? 3/, ഡിനോമിനേറ്ററിൽ രണ്ടിടവും 50 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത എങ്ങനെയാണ്? 60,000 × 50 + 3 എന്ന് പറയുമ്പോൾ 53/50 the whole square. ഓക്കെ, ഇനി അടുത്ത എങ്ങനെയാണ്? 60,000 × 53 the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? 53/50 2 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ഇങ്ങനെയല്ല എഴുതാണ്ടുള്ളൂ, തെറ്റിപ്പോയി. അപ്പോൾ അതെങ്ങനെ എഴുതാം നമുക്ക്? 60,000 × 53/50 × 53/50. കണ്ടോ? ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. ഇവിടുത്തെ 0യും ഇവിടുത്തെ 0യും കട്ടായി. ഈ 0യും ഈ 0യും കട്ടായി. 5ൻ്റെ ടേബിൾസിൽ 600 ഉണ്ട്. അപ്പോൾ 5 1s are 5, 5 1s are 5, 120 എന്ന് കിട്ടി. ഇതേ വീണ്ടും ഈ 5ൻ്റെ ടേബിൾസിൽ 120 ഉണ്ട്. അപ്പോൾ 5 1s are 5, ഇവിടെ 5 2s are 10, 11 2 20 ആകുമ്പോൾ 5 4s are 20. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത് ഇവിടെ? 24 × 53 × 53. അപ്പോൾ ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 67,460 rupees എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 67,460 rupees. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം എമൗണ്ട് he got after 1 year is equal to 6,741 rupees. ഞാൻ നേരത്തെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, തെറ്റിപ്പോയി. ഇതാണ്, കണ്ടോ? തെറ്റിക്കില്ലേ ആരെന്തേ? ഞാൻ ഇവിടുത്തെ ഒരു 6നെ എടുത്തങ്ങ് കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ഇപ്പോൾ എന്താ വന്നത്? 67,416 rupees. അപ്പോൾ സ്പീഡ് ചെയ്യുമ്പോൾ എന്നെപ്പോലെ തെറ്റിക്കരുതേ. അതായത് ഇവിടെ 6ഉം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ എടുത്ത് ഇങ്ങോട്ടെടുത്ത് എഴുതിയപ്പോഴത്തേക്ക് ആ 6ന് ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ഇതേപോലെ മിസ്റ്റേക്ക് വരുത്തരുത് കേട്ടോ. നിങ്ങൾക്കും പറ്റുന്നതാണ്, എനിക്കറിയാം. കറക്റ്റായിട്ട് സൈഡിൽ ചെയ്തിടും. പക്ഷേ ഇങ്ങോട്ടെടുത്ത് എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ മിസ്സാവും. ഇപ്പോൾ എനിക്ക് പറ്റിയതുപോലെ എനിക്ക് കണ്ടോ പറ്റിയത്? അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പറ്റാറില്ലേ? അപ്പോൾ അങ്ങനെ പറ്റരുത് കേട്ടോ. അത് എന്താണ്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ 67,416 rupees ആയിരുന്നു 1 ഇയറിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എമൗണ്ട് ഈ ഗെറ്റ് ആഫ്റ്റർ 1 ഇയർ ഇസ് ഈക്വൽ ടു 67,416 rupees. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 എമൗണ്ടും കണ്ടുപിടിച്ചു അല്ലേ? 6
മാസത്തിന് ശേഷം എത്ര രൂപയാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. അതേപോലെ തന്നെ 1 ഇയറിന് ശേഷവും. അപ്പോൾ രണ്ടും നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പം നമ്മുടെ 4 ക്വസ്റ്റ്യൻസും ഇന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണം, കമൻറ്റും ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ബെലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ സ്റ്റുഡൻസ്.